ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയാണ്, BS6 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ ഓയിൽ ചേഞ്ചും അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് റൈസ് ആവണുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോൾ ഇതിന് 2 കേബിൾ വരാം. മറ്റേ ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ വണ്ടികൾക്ക് 2 തന്നെ. അപ്പോൾ അത് 2 കേബിളും നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബാക്ക് സൈഡിൽ നിന്നും ഉണ്ട്, ഫ്രണ്ട് സൈഡിൽ നിന്നും കാണിക്കട്ടാവും. ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചുകൊണ്ടിരുന്ന ആ നമ്പർ പ്ലേറ്റ് നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് റിബേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈപ്പ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റിബേറ്റ് ലൂസായിട്ട് കിടന്ന വൈബ്രേഷൻ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അത് നമ്മളത് റിബേറ്റ് ഡ്രിൽ ചെയ്തിട്ട് നട്ട് ബോൾട്ടിലേക്ക് ആക്കിയിടാം. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് ഈ വിൻഡ് സ്ക്രീനിൻ്റെ ഇവിടെ വന്ന ജർക്കിങ് ആണ്. ഈ സൈഡിൽ ഫൈബറാണ്. അത് നമുക്കൊരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഒട്ടിച്ചൊന്നും വയ്ക്കാൻ പറ്റില്ല. കാരണം പിന്നീട് അയക്കിയിട്ട് വന്നാൽ പിന്നെ അത് പൊട്ടിപ്പോകുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അഴിച്ചൊന്ന് റീസെറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിലവിൽ 2 ആക്സിലേറ്റർ കേബിൾ, എഞ്ചിൻ ഓയിൽ, പിന്നെ ആ വൈബ്രേഷനുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് ആക്സിലേറ്റർ കേബിളിൻ്റെയും ഓയിലൊക്കെ പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ ചെയ്തല്ലേ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വിളിക്കാം. ഓക്കെ.